ഹായ്, ഹായ്. പ്രേമകഥ പാർട്ട് 5 എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഒടുക്കത്തെ കഥ തീരണില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രേമിക്കേണ്ടത് പോലെ പ്രേമിക്കാണ്ടിരുന്നാൽ പോലെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ സംഭവം നടന്ന സംഭവം ഇതുകൊണ്ടാണ് ഈ പറയണത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഒരാളെ കണ്ടായിരുന്നു. ഒരാളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആദ്യം കണ്ടിട്ട് രണ്ടാമത്തെ ദിവസം ആ ടൈമിന് ചെന്ന് അത് ഞാൻ ചോദിച്ച്, എന്നെ ഇപ്പോൾ മഞ്ജുവിനെ കാണാറുണ്ടെന്ന് ചോദിച്ചു. അതില്ല, ഞാൻ ഒരു തവണയായിട്ട് ഞാൻ അതിലെ പോയപ്പോൾ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ്, എനിക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാൻ നോക്കുമെന്ന് ചോദിച്ചപ്പോൾ നോക്കട്ടെ, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സാധനം തന്നിടണം, ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം കൊടുത്തിട്ട് ഒരു ലെറ്ററായിരുന്നു. ആ ലെറ്ററിൽ എൻ്റെ കഥനങ്ങൾ എഴുതി വലിയ രൂപത്തിൽ എഴുതി അങ്ങോട്ട് കൊടുത്ത്. ആൾ 2 ദിവസം നടന്ന് കാണാൻ പറ്റില്ല. അപ്പം അന്ന് ഇവളുടെ വീട്ടിൽ ആരും ഉണ്ടായില്ലെന്നൊക്കെ തോന്നണം. എന്നിട്ട് ആ വെയിലിടെ അവിടെ വെച്ചുകൊണ്ട് ആൾ വിട്ട് കളഞ്ഞ്. നിന്നെ കണ്ടെന്നോളല്ലേ? വിളിച്ച് തന്നിട്ട് പോയി. ആൾ പോയി കളഞ്ഞ്. എന്നിട്ട് ഞാനത് വായിച്ചിട്ട് ഭയങ്കര വിഷമായി. ആ സമയത്ത് അമ്മ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കണല്ലോ. അപ്പം അതും കൂടി വായിച്ചപ്പോൾ ഭയങ്കര വിഷമായി. അയ്യോ, ആ ലെറ്റർ എടുത്തിരുന്നെങ്കിൽ കാട്ടായിരുന്നു. ലെറ്റർ വെറുതെ ഇങ്ങനെ അത് കാട്ടാറുന്നല്ലേ? ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചാൽ കേട്ടാ, കീറിയിട്ടൊന്നുമില്ല. അത് ആകെ ആവശ്യത എന്നാലും ഡയറിയിൽ ഇരിപ്പുണ്ട് സാധനം ഉണ്ട് കയ്യിൽ. ഇടക്കിടക്ക് ഞാൻ എടുത്ത് നോക്കും, ഇങ്ങനെ വായിച്ചൊക്കെ നോക്കും. ഇപ്പോൾ വായിക്കുമ്പോൾ ചിരി വരോട്ടെ. ലെറ്റർ കൊടുത്ത് ഞാനത് വായിച്ച് ബാത്റൂമിൽ പോയി വായിച്ചത് രാത്രി. എന്നിട്ട് പിന്നെ വായിച്ചിട്ട് ഭയങ്കര സങ്കടമായി, വിഷമവും കരച്ചിലൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബാത്റൂമിൽ നേരെ കരച്ചിലായിരുന്നു. അങ്ങനെ ബാത്റൂം ഇപ്പോഴും അടുത്ത് പറയും, ഞാനവിടെ കയറുമ്പോൾ പൊരിഞ്ഞ കരച്ചിലായിരുന്നു. അതോട്ടെ കുറേ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ കരയാണ്ടി? അല്ല, അന്ന് കരയായിരുന്നു. ഇപ്പം കാണുമ്പോൾ ചിരിയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു മറ്റേ കീപാഡ് ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ഫോൺ വാങ്ങിച്ച, ഇതിന് വേണ്ടി വേറെ ഞാൻ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ പഴയ ഫോൺ അപ്പുറത്തെ സൈഡ് അങ്ങോട്ട് തലയിരിക്കും. ബേസ് കാണുന്നില്ല. ആ ഫോൺ നീ തന്നെ നോക്കണം. ഇരിപ്പുണ്ട് മോനെ. അതെ, അതൊക്കെ ആകുമ്പോൾ ഈ ചെങ്ങനെ ഒരു സാധനം നോക്കിയാൽ കാണൂല. അതെടുത്ത് കൈ കൊടുക്കണം. നമ്മുടെ തൊട്ട് അടുത്തിരിപ്പുണ്ടാവും, എന്നാലും കാണൂല. ദേഷ്യം എൻ്റെ ആദ്യത്തെ ഫോൺ. ഈ ഫോൺ ഞാൻ ഇതിന് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് ഈ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് അവൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ എനിക്ക് വേണ്ടി വീണ്ടും ഒരു വലിയ ഹെൽപ്പ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അതിൽ നടന്നു നോക്കി. അപ്പോൾ ഇവിടെ അമ്മൂമ്മേട്ട് അതിൽ നടക്കണൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ആദ്യത്തെ സാധാരണ കൊടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ചെന്ന് എന്നിട്ട് ഇവിടെ വിളിച്ച് ഫോൺ കൊടുത്തു. ഫോൺ തന്നിട്ട് പിന്നെ ഒരു കണക്കിനാണ് ഇത്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഇടക്കിടക്ക് ഞാൻ ഒളിപ്പിച്ച് വെച്ചൊക്കെയായിരുന്നു. അവിടെ വീട്ടിൽ അലമാരിയുടെ വലിപ്പിൻ്റെ അടിയിലത്തെ വലിപ്പിനാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അതങ്ങനെ തുറക്കാറൊന്നുമില്ല. അങ്ങനെ അത് ഇതിലെടുത്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റി അങ്ങനെ വെച്ചേക്കുന്നു. ഇടക്ക് കാര്യമില്ലാത്തപ്പോൾ തുറന്ന് നോക്കി എടുത്ത് നോക്കുമ്പോൾ നിറച്ചും സ്കൂളും മെസ്സേജൊക്കെ നടക്കും. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വിളിക്കാനും വിളിക്കാനും പറ്റും. ഒരു ദിവസം ഞാൻ എടുത്ത് ഇങ്ങനെ വിളിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിളിച്ച് കഴിഞ്ഞപ്പോൾ ശകം പറഞ്ഞ് എന്നോട് നമുക്ക് നീ എൻ്റെ കൂടെ ഇറങ്ങിപ്പോര്, അവർ അത് ഇറങ്ങിപ്പോന്ന് എല്ലാം കഴിയുമ്പോൾ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ വീട്ടുകാരൊക്കെ പോയി ചോദിച്ചിട്ടും അവർ സമ്മതിച്ചൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ്, എന്നാൽ നീ എൻ്റെ കൂടെ പോരി, നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്കും പേടി, എനിക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരവസ്ഥ കാരണം അവരെന്തൊക്കെ ചെയ്താലും കട്ടായം പിടിക്കണം, അവർ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ. ലാസ്റ്റ് അപ്പം അങ്ങനെ പിന്നെ ഇടക്കിടക്ക് വിളിക്കും. എന്ന് വെച്ചാൽ അമ്മ ഇല്ലാത്ത ടൈമിനൊക്കെ വിളിക്കും.
അപ്പോൾ ഞാൻ പറയും ഒന്നും നോക്കണ്ട, പോരി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു, ഡ്രസ്സും പിന്നെ സർട്ടിഫിക്കറ്റ് അതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം അപ്പോൾ എൻ്റെ വണ്ടി പുതിയ ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ട് അത് വർക്ക്ഷോപ്പിൽ പണിക്ക് കയറ്റിയേക്കണം. ആ ടൈമിനാണ് ഇവിടെ വിളിക്കണത്. ഞാനപ്പോൾ അതിൻ്റെ അപ്പോൾസറി അടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ കോള് വന്നേക്കണത്. അമ്മ ഇവിടെ ഒരു കുടുംബശ്രീയുടെ എന്തോ മീറ്റിംഗ് ആണ്, അങ്ങനെ എന്തോ മീറ്റിംഗ്, അതിന് 2 ദിവസത്തെ പരിപാടി ആയിട്ടുണ്ടായിരുന്നു. 3 ദിവസം എല്ലാ ദിവസവും പോകും. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് വിളിച്ചത്. ഞാൻ നാളെ അല്ലെ മറ്റാന്നാ ലാസ്റ്റ് ആദ്യം പറഞ്ഞ നാളെ വരാമെന്ന് പറഞ്ഞു. നാളെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ കണ്ട് പോയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങനെ ചീത്ത പറയുന്നു, നീ എന്നെ പറ്റിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ചതിക്കാനാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ പേടിയുമായിട്ട് വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ അമ്മയാണെങ്കിൽ ഇത്ര ടൈം ആകുമ്പോൾ കഴിഞ്ഞ് വരുമല്ലോ, അപ്പുറത്തെ വീട്ടിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. അമ്മ മാത്രമേ ഉള്ളൂ, അവൾ ക്ലാസ്സിലും പോകും. അച്ഛനും ഇവിടെ ഇല്ലല്ലോ, പുറത്താണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ് അമ്മ ഈ മീറ്റിങ്ങിനൊക്കെ പോയത്. അങ്ങനെ എന്നിട്ട് 3-ാമത്തെ ദിവസം ലാസ്റ്റത്തെ ആ ക്ലാസ് ആ മീറ്റിംഗ് കഴിയണമെന്ന് ഞാൻ ഈ ചെക്കനെ വിളിച്ച് അല്ലേ പെട്ടെന്ന് വേഗം വരാൻ പറഞ്ഞിട്ട് വിളിച്ചേക്കണം. ഓർക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് ഇന്ന ദിവസം വരാമെന്നുള്ളൊരു സൂചന ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ബൈക്കെടുത്ത് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് കൂട്ടുകാരനെ വിളിച്ച് ഹിമേഷിനെ വിളിച്ച് ബാക്കി കയറ്റി പോണേ. അപ്പോൾ അതിനിടയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിലെ ബാബുവിൻ്റെ അടുത്ത് ഈ സംഭവങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പറയാടാ, ഞാൻ ഓട്ടോറിക്ഷ വരാം, നീ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ വരും, കൂട്ടുകാരൻ ഹിമേഷ് വരുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ബാബുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ബാബു അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്, നീ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹിമേഷും വന്നു. അപ്പോൾ ഞാൻ അവനായിട്ട് ചെന്ന് ഇവർക്കടെ ഒരു വളവുണ്ട്, വീടെത്തണേക്കുമ്പോൾ ഒരു വളവ്. വീട് എത്തണേക്ക് മുമ്പല്ല, കുറേ അങ്ങോട്ട് നീങ്ങിയിട്ടല്ലേ? വീടെത്തണേക്ക് മുമ്പ് 1.5 കിലോമീറ്റർ മുമ്പ് ഒരു വളവുണ്ട്. ഞാൻ ആ വളവ് ഇങ്ങനെ തിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഇവള് ഞാനാണെങ്കിൽ ടെൻഷനായിട്ട് ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആരും കണ്ടെന്നില്ല. ഡ്രസ്സൊന്നും എടുത്തില്ല, വീട്ടിൽ ആരും ഉണ്ടായില്ലല്ലോ. സർട്ടിഫിക്കറ്റ് മാത്രം എടുത്ത് വേഗം എന്തോ ഒരു ധൈര്യം, ഇവിടെ നിന്ന് ഒരു ധൈര്യം വന്നിട്ട് വേഗം പകലാണ് കേട്ടോ, പകലാണ് ഇറങ്ങിയത്. ബാഗെടുത്ത് ഇറങ്ങി. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മമ്മക്കാണെങ്കിൽ ഇങ്ങനെ പ്രായത്തിൻ്റെ ഓർമ്മക്കുറവും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മൂമ്മ അവിടെ കിടപ്പുണ്ട്. അമ്മൂമ്മ കാണാണ്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഈ ചെക്കനും കൂട്ടുകാരനും കൂടി ബൈക്കിന് വേണ്ടി. അപ്പോൾ തന്നെ ഞാൻ അവനടുത്ത് പറഞ്ഞു, എടാ അവൾ വന്നിട്ടുണ്ട്, നീ ഇറങ്ങിക്കോ, അപ്പോൾ ചേട്ടൻ നിർത്തിക്കോ, ഞാനെങ്ങനെയെങ്കിലും പൊക്കോളാം. ചേട്ടൻ വണ്ടി നിർത്തി. അതുകൊണ്ട് ഞാൻ വേഗം വണ്ടി നിർത്തി. അവൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ തിരിക്കലും വേഗം കയറാൻ പറഞ്ഞു. ഇവള് വണ്ടി കയറി. പിന്നെ ഒരു വീട്ടിലായിരുന്നു. വിട്ട് കറക്റ്റ് ആ ജംഗ്ഷനെത്തി, പട്ടണംകോല ജംഗ്ഷനെത്തി കഴിഞ്ഞപ്പോൾ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ആരോട് പറയുന്നുണ്ട്, ഇതേ ചാടിപ്പോണേ എന്നൊക്കെ ആരോ പറഞ്ഞു. ഇവളറിയണ ആരോ അവിടെ ഉണ്ടായിരുന്നു. ചാടിപ്പോണ്ട എന്തോ പറഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ ഉള്ളിൽ നിന്ന് കിളി പറഞ്ഞല്ലേ. പിന്നെ ഒരു വിട്ടലാണ്. വിട്ടിട്ട് പറവൂപ്പാലം ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിലെ ബാബു ഓട്ടോറിക്ഷയായിട്ട് തന്നെ. അപ്പോൾ തന്നെ ലൈറ്റ് അടിച്ച് കാട്ടി, എന്തോ ഇങ്ങനെ കാട്ടി. അപ്പോൾ തന്നെ എന്നെ കണ്ട് അവൻ കൈവക്കി കാട്ടി. അതുകൊണ്ട് ഞാൻ നേരെ പെങ്ങളുടെ വീട്ടിലോട്ടാണ് പോകണം. പെങ്ങളുടെ വീട് പൂത്തോട്ട. അവിടെയാണ് താമസിച്ചിരുന്നത് വെച്ചാൽ. പിന്നെ നേരെ ഒറ്റ ലക്ഷ്യം അങ്ങോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ കഴിഞ്ഞാൽ ആരെങ്കിലും മഞ്ഞണ്ട, അവർ ഇത് ചാടണം എന്നൊക്കെ പറഞ്ഞാറേ, ബാക്കിൽ നിന്ന് ആരെങ്കിലും ഇനി മഞ്ഞണ്ടെന്നുള്ള പേടിയായിരുന്നു. അവർ വീട്ടിൽ വിട്ട് എടപ്പള്ളിലേക്ക് എത്തിയപ്പോൾ സമാധാനമായി ഇല്ലേ? എന്തോ ഒരു ധൈര്യത്തിലാണ് വിളിയിരിക്കുന്നത്. ഞാനെന്തോ ഒന്നും നടക്കാത്തുണ്ടാവില്ല നേരത്ത്, പേടിച്ചിരിക്കും. വീട്ടിലെ അവസ്ഥയൊക്കെ എന്താണ് അങ്ങനെയൊക്കെ ആലോചിച്ച്. അത് നിങ്ങൾ വീട്ടുകാരെ ചോദിച്ചിട്ട് വരാണ്ടായിരുന്നല്ലേ? വീട്ടിലൊക്കെ ഭയങ്കര സീനായിട്ട്. എന്നാൽ പിന്നെ വരാണ്ട് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിന് ഞാൻ പോയാലല്ല. അപ്പോൾ അങ്ങനെ ഇതായി ഞങ്ങൾ ചെന്നട്ടാ ഈ ഇരിക്കട ചേച്ചിയുടെ വീട് പൂത്തോട്ടയിൽ. അപ്പോൾ അവർക്കടെ വീട് എത്തണേക്കുമ്പോൾ കുറച്ച് മുമ്പ്
അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എനിക്ക് കാണാം. ആ രീതിയിൽ ബൈക്ക് നിർത്തി. നിർത്തിയിട്ട് ഞാൻ ആളെ വിളിച്ച്, ഹലോ, എന്താടാ ഞാൻ ചോദിച്ച്, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു. സുഖമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ്. അതെ, എന്താണ്? അപ്പോൾ എവിടെയാണ്? ഞാൻ നിൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ അതെന്താണ്? ഒന്ന് ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ആ പെണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ ഒരു മിനിറ്റ് അവിടെ നിന്ന് റിപ്ലൈ ഒന്നുമില്ല കേട്ടാ. അവൻ നീ വാ എന്നാ ഇങ്ങോട്ട്. പിന്നെ നേരെ അങ്ങാടി ചെന്ന് കഴിഞ്ഞ് അവൻ എല്ലാവർക്കും കിളികാറി അന്തം പെട്ട് നോക്കിയിരിക്കാണ്. അമ്പിളിയൊക്കെ കുഞ്ഞാണ്. അമ്പിളി അഭിഷേക് നടന്നു തുടങ്ങിയേക്കണ പ്രായം അല്ലേ? നടന്നല്ല, ഓടിയൊക്കെ നടക്കണ പ്രായം. അമ്പിളി ഇത്തിരി കൂടി വലുതായിട്ടുണ്ട്. കുഞ്ഞൻ്റെ അത്ര ഇല്ല, എന്നാലും അതിലും ചെറുതായിരുന്നു. അപ്പം അങ്ങനെ അത് കണ്ട് ഇവളപ്പം തന്നെ അളിയനെ വിളിച്ച് ഇതായി. അളിയനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം. അതിപ്പോൾ എന്തായാലും വന്നില്ലേ, അവിടെ നിൽക്ക്, ഞാൻ വരാം. അളിയനപ്പോൾ ഓട്ടം പോയേക്കായിരുന്നു. അത് കഴിഞ്ഞ് അളിയനൊക്കെ വന്നു. എല്ലാവരും വന്ന് പിന്നെ അത്ര നേരം കുഴപ്പമുണ്ടെങ്കില്ല. വൈകുന്നേരം ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫോൺ വന്നു. ഇവിടുന്ന് ഇല്ലേ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തേക്കണമായിരുന്നു. കാരണം ഫോണില്ല, ചേച്ചിയുടെ ഫോണിലോട്ട് കോള് വന്നു. അതായത് വടക്കേക്കര സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വിളിച്ചത്. എസ് ഐ വിളിച്ചിട്ട് ഇന്ന രതീഷിൻ്റെ പെങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ സ്പോട്ടിൽ ഇരിപ്പുണ്ട്. അതെ, ഇല്ല, അച്ഛനാണ് ഇവിടെ നിന്ന് വിളിച്ചത്. അച്ഛനല്ലേ വിളിച്ചത്? ഇവിടുത്തെ അച്ഛൻ വിളിച്ചിട്ട് ചേച്ചിനോട് പറഞ്ഞ് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷിൻ്റെ പെങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. അത് ചോദിച്ചായിരുന്നു. അച്ഛനെല്ലാം മറന്നു കേട്ടോ. ഞാൻ മറന്നു കുറേ നാളായി. അപ്പോൾ ചോദിച്ചപ്പോൾ അച്ഛൻ കാര്യം പറഞ്ഞു, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ചോദിച്ചുകൊണ്ട് ഇവിടെയൊക്കെ അന്വേഷിച്ചൊക്കെ അതിനിടയിൽ സീനുണ്ടായി. ഇവിടെ പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ കൂടെ അമ്മാവനും അമ്മാവൻ്റെ ടീമൊക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ ഓട്ടോറിക്ഷ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ കൊടുക്കണ്ടല്ല എന്നറിയാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റാൻഡിലെ മറ്റേ ആളായിട്ട് വന്ന അയാളാണ് വഴികാട്ടിയായിട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെയൊക്കെ കയറി നോക്കിയപ്പോൾ ഞങ്ങളില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വന്നത്. പോലീസുകാർ വന്ന് നേരെ വീട്ടിലോട്ടൊക്കെ 2 വണ്ടി പോലീസുകാർ വന്നു. അവിടെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അറുപത് സ്റ്റേഷനിൽ നിന്നും പിന്നെ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് വന്നതാണ് വടക്കേക്കരയിലത്തെ. എന്നിട്ട് ഒരു ടീം വന്നിട്ട് നേരെ വീട്ടിൻ്റെ അകത്തോട്ട് ഓടി കയറി എല്ലാ റൂമുകളൊക്കെ നോക്കി, കട്ടലിനടിയിലൊക്കെ നോക്കി എന്നൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. കഥയൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ അച്ഛനപ്പോൾ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പോലീസുകാരിങ്ങനെ ചോദിച്ച് പോയില്ല. അപ്പോൾ തന്നെ അച്ഛനും വിളിച്ച് ഇങ്ങനെ ചേച്ചിനോട് പറഞ്ഞ്, ഇങ്ങനെ പോലീസുകാരിങ്ങനെ ചോദിച്ചായിരുന്നു, ചിലപ്പോൾ അവർ ഞങ്ങളുടെ അന്വേഷിച്ച് വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സൂചന പോലെ നൽകി അച്ഛൻ. അപ്പോൾ തന്നെ ഞാൻ ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ഇവരെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവർ വരും അന്വേഷിച്ച് വന്നാലും പേടിച്ചേ. അപ്പം അങ്ങനെ അവിടെ നിന്നും പിന്നെ മാറി. വൈകുന്നേരം ഇപ്പോൾ അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട്. അവിടെ നിന്ന് പിന്നെ അളിയൻ്റെയൊക്കെ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയി. അത് ഒരു തുരുത്താണ്, വഞ്ചിക്കണം കരയിൽ കിടക്കാനായിട്ട്. അതൊരുത്തിലോട്ട് ആർക്കും വരാൻ പറ്റില്ല. കാരണം ഇവരിക്കടെ സ്വന്തക്കാരുടെ വീടുകൾ മാത്രമാണ്. 10-15 വീടുള്ളത് ഇവരിക്കടെ ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി അവിടെ ഇരുന്നു. അന്നത്തെ ദിവസം അവിടെ ഇരുന്നു. അതിനിടയിൽ ഇവളുടെ കൂട്ടുകാരത്തിനെയൊക്കെ എസ് ഐ വിളിച്ചെന്ന് അറിഞ്ഞില്ലേ അമ്മ? അത് പിന്നെ അങ്ങനെ അറിഞ്ഞു. കൂട്ടുകാരത്തിയുടെ നമ്പറൊക്കെ ചെഞ്ചു മറ്റേ ടോർച്ചൊക്കെ അടിച്ച്, അതായത് നമ്മ എഴുതിയിട്ട് വെട്ടിക്കളയുമല്ലോ. എന്നിട്ട് ഇവളെന്ത് ചെയ്ത് ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കി നമ്പറൊക്കെ ചെയ്തിട്ട് പോലീസുകാർക്ക് കൊടുത്തുന്നു. ചിഞ്ചു അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ അന്നത്തെ ദിവസം അവിടെ ഇരുന്നു. പിറ്റേ ദിവസം നേരമ്പളത്തിട്ട് പിന്നെ നമ്മ നേരെ ഇങ്ങോട്ട് പറവൂർ പോകുന്നില്ലേ? ഇല്ല, പിറ്റേ ദിവസം നേരമ്പളത്തേഞ്ഞപ്പോൾ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ? സ്റ്റേഷനിൽ പോയത് നമ്മ നേരെ ഇങ്ങോട്ട് വന്നിട്ട് പറവൂര് പോയിട്ട് രജിസ്റ്റർ ചെയ്താ. ഒന്നും ഓർമ്മയില്ല. 10-12 കൊല്ലം എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയുണ്ട് എനിക്കത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അളിയൻ കൂട്ടുകാരൻ്റെ കാറിന് ഞങ്ങൾ ഇവിടെ വന്നു. സ്റ്റേഷനിലല്ല, കോടതിയിൽ വന്നു. എന്നിട്ട് അവിടെ ചൈതന്യ ഹോസ്പിറ്റലുണ്ട്, അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് നോട്ടറി പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ പോയി. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞൊരു ഇത് അതുപോലെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ ഇതിൻ്റെ തന്നെ ചോദിച്ചിട്ട്
ചിറ്റയുടെ മോളുടെ വീടുണ്ട് ആനാപ്പുഴയിൽ. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ അതിൻ്റെ അന്നത്തെ ദിവസവും അവിടെ ആയിരുന്നു. അന്നത്തെ രാത്രി ഞങ്ങൾ അവിടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. പെങ്ങളുടെ വേറെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് പിറ്റേ ദിവസമല്ലേ അവിടെ നിന്ന് പിറ്റേ ദിവസം വടക്കേക്കര സ്റ്റേഷനിലോട്ട് 10 മണിക്ക് വിളിപ്പിച്ചു. ചെല്ലാൻ പറഞ്ഞ് വിളിപ്പിച്ച്. അപ്പോൾ എന്താണ് സീന്, ഇത്രയും ആൾക്കാരൊക്കെ വന്നല്ല. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനും ഇത് 2 കുഞ്ഞച്ചന്മാരുണ്ട്, അതായത് ഇവിടുത്തെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ മക്കൾ 2 പേരും വടക്കേക്കര സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ജോലി എവിടെയായിരുന്നു അവർക്ക്. 2 പേരും ഇവിടുത്തെ പോലീസായിരുന്നു. അപ്പോൾ അങ്ങനെ SIനെയും അവരൊരാക്കിയിട്ട് നല്ല പരിചയമായിരുന്നു. അവർ വന്ന് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് സ്വന്തക്കാരൊക്കെ ആയിട്ട് വന്ന് ഒരു 10-15 പേരുണ്ടായി. എല്ലാവരും കൂടിയാണ്. അവർ സ്റ്റേഷനിലും വന്ന് ഞങ്ങൾ ആനാപ്പുഴയിൽ നിന്ന് സ്റ്റേഷനിലോട്ട് ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ തന്നെ ആ ചേച്ചിയും അവിടുത്തെ ചേച്ചിയുടെ അമ്മ ചിറ്റയൊക്കെ ഉപദേശിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഞാനിനി മാറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചങ്ങനെ ഇടിയോളൂല്ലോ. അവനോട് പറഞ്ഞ് മാറ്റിയൊന്നും പറയില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞോളാം, മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പറ്റുന്ന തല്ലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ എല്ലാവരും വിചാരിച്ചു കുറേ ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും സീനൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ ചെന്നത്. അവിടെ ആദ്യം പേരുണ്ടായില്ല, എൻ്റെ അമ്മയുടെ ആങ്ങളമാർ അത്ര ഉണ്ടായുള്ളൂ. പിന്നെ പോലീസ് അവിടെ SI വിളിപ്പിച്ചിട്ട് നമ്മൾ അകത്ത് നിന്ന് സംസാരിച്ചില്ലേ. SI വിളിപ്പിച്ച് അപ്പോൾ ഞാനും പിന്നെ നമ്മുടെ കുഞ്ഞച്ചന്മാർ ഒരാൾ വിലാസം കുഞ്ചൻ പുള്ളി ഉണ്ടായി. പിന്നെ എൻ്റെ അമ്മമാർ വേണ്ട അവർ ഇപ്പോൾ ഞാനിങ്ങനെ ഷനിലമ്മാവനും പിന്നെ വലിയൂട്ടമ്മാവനും മൂത്തമ്മാവനും അങ്ങനെ ഞാനവിടെ നിന്ന് നിൽക്കേണ്ട ചെക്കനോട് ഇങ്ങനെ കൈമ പിടിച്ചൊക്കെയാണ്. അപ്പോൾ തന്നെ അവർ അവളുടെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിലാണ്, വയ്യാണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനതൊന്നും കേട്ടിട്ട് മൈൻഡാണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഞാനപ്പോൾ ഈ ചെക്കൻ്റെ കൂടെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞു. SI ചോദിച്ചു എന്താണ് പരിപാടി ഇതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഇല്ല, ഞാൻ എന്തായാലും എൻ്റെ കൂടെ തന്നെ ഇയാളുടെ കൂടെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ SI ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു, നിങ്ങൾ നോക്കുക, സമ്മതിച്ച് കൊടുക്കുക, വെറുതെ വാശിയൊക്കെ ഇട്ടൊക്കെ എന്തിനാണ് അങ്ങനെ ഇങ്ങനെ ഇവരെ കണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി തല്ലുപിടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഉപദേശമൊക്കെ തന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തല്ലുപിടിച്ച് മറ്റേത് അവിടെയാണ് ഡിവോഴ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേഷനിലോട്ടേ വരാൻ നിൽക്കരുത്, എൻ്റെ സ്വഭാവം മാറും, നല്ല രീതിയിൽ പറയണമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം. പിന്നെ ചിലപ്പോൾ ഇത്തിരി വൈകിയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് തല്ലുപിടിക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ രണ്ടോ ഉപദേശിച്ചു നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടല്ലേ പോകുന്നത്, ഇങ്ങോട്ട് ഇതിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ കാറ് പഞ്ചറായി. ഓർക്കണ്ട, കാറ് പഞ്ചറായിട്ട് പിന്നെ ആനപ്പുഴയിലെ അളിയൻ്റെ ബൈക്കിനാണ് നമ്മളെൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്. കുഞ്ഞെണീച്ച കഥ കേട്ട് ഞങ്ങളെ സുന്ദരി എണീറ്റി പറയണത്. അപ്പം ഞങ്ങൾ ബൈക്കിന് ഇവിടെ വന്നപ്പോൾ എന്താണ് റോഡ് മുഴുവൻ ആൾക്കാരാണ്. രതീഷ് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ആ ചേച്ചിയൊക്കെ മരിച്ചു പോയിപ്പോൾ ഓരോ സ്വന്തക്കാർ വരുമ്പോഴും പറയണത് നിങ്ങൾ അറിഞ്ഞാ ചെല്ലി രതീഷ് ഒരു പെണ്ണായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ റോട്ടിൽ കൂടെ പോണവരത്തൊക്കെ പറയണായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ ഈ വെയിലിയുടെ അടുത്തൊക്കെ വന്ന്, അന്ന് മതിലില്ല വെയിലായിരുന്നു, അതിൻ്റെ അരിയത്തൊക്കെ വന്ന് എത്തി നോക്കണം, പല പല കണ്ണുകളാണ്. ഞങ്ങൾ രണ്ടും കൂടി അത് ഞങ്ങൾക്കറിയാൻ പോലെ ഞങ്ങൾ നേരെ ബൈക്കിന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അകത്തോട്ട് നിലവിളൊക്കെ ആയിട്ട് കയറ്റാനായിട്ട് ടൈം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിടിച്ചൊരു 3/4 മണിക്കൂർ ഇരുത്തിന്ന്. ആൾക്കാർക്ക് സുഖമായി. ആൾക്കാർ പിന്നെ റോട്ടിൽ കൂടെ പോണവർ ഇവരൊക്കെ വന്ന് ഏതാണ്ട് മറ്റേ ജയിൽ പുള്ളികളില്ലേ, പ്രതികളെ കാണാൻ പറ്റുന്ന പോലെയായിരുന്നു. ഞങ്ങൾ രണ്ട് മുറ്റത്ത് ഇരിക്കുന്ന കഥയിട്ട് ചുറ്റും ആൾക്കാർ നാണം കെട്ട പരിപാടിയായി. ഞാൻ വിചാരിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയാലേ ഇങ്ങനെ സമയം പോകുമ്പോൾ വന്നാൽ മതിയല്ല, അതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ ടൈമിന് ഒപ്പിച്ച് കയറുള്ളായിരുന്നു. അങ്ങനെ
അകത്ത് കയറി. പിന്നെ അകത്തോട്ട് മറ്റേ വിളക്കൊക്കെ പിടിച്ച് അങ്ങനെ അകത്ത് കയറി. പിന്നെ വീട്ടിൽ നിന്ന് ചർച്ചൊക്കെ വന്നില്ല ഇവിടെ. വീടിൻ്റെ അകത്തോട്ട് കയറി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ ഗൾഫിൽ നിന്ന് അച്ഛൻ വന്ന് എൻ്റെ ഇവിടെ വന്ന് എന്നെ കാണാൻ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വന്നു. അച്ഛൻ വന്ന് അച്ഛൻ ഒരിക്കലും ആൾക്കാരൊക്കെ പറഞ്ഞ് കൂടി കഴിയണ്ട, അങ്ങനെയാണ് നമുക്ക് അവള് പോട്ടെ, അവളെ ഉപേക്ഷിച്ചേക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു. അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാ. അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞു, അവളൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വന്തക്കാരൊക്കെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞ് അവൾ ഇനി കൂടി കഴിയണ്ട, അവൾ പോയത് പോട്ടെ ഞാൻ അവളെ ഉപേക്ഷിച്ചേക്ക്, അവൾ വേണ്ട. പക്ഷേ അച്ഛൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ മോളെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ടേ വേണ്ട, ഞാൻ ചെല്ലും എൻ്റെ മോളുടെ അടുത്ത്, എനിക്ക് എൻ്റെ മോളാണ് വലുത്, ഞാൻ ചെല്ലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അച്ഛൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നു. അവർ സ്വന്തക്കാരെല്ലാവരും കൂടി ഒരു 10-12 പേരുണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു വണ്ടിക്ക് കൂടെ വന്ന് ഇവരായിട്ടൊക്കെ സംസാരിച്ച് എന്നിട്ട് പിന്നെ ചോക്ലേറ്റ് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അപ്പോൾ അച്ഛൻ ലീവിന് വരുമ്പോഴൊക്കെ എപ്പോഴും വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. അതൊക്കെയായിട്ടാണ് വന്നത്. എന്നെ വിളിച്ച് ഞാനും ചെന്ന് ഇതിനായിട്ട് വർത്താനം പറഞ്ഞു. ഇവളുടെ അമ്മ നമ്മുടെ പേരൊക്കെ അത് നിന്നുണ്ട്, ഇവിളത്തല്ല അമ്മ അച്ഛനും അവരൊക്കെ അവിടെ ഹാളിലിരിക്കണം. അച്ഛൻ എന്നെ കണ്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവര് രണ്ടുപേരും കൂടി അച്ഛനും മോളും കൂടി പൊരിഞ്ഞ കരച്ചില് കെട്ടിപ്പിടിച്ചൊക്കെ കരയണം. എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു, ഞാനും കരഞ്ഞു, ഞാനും കരഞ്ഞു. അപ്പൊ അച്ഛനിങ്ങനെ നോക്കണ്ടായി. പിന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ച് താലി കെട്ടാനുള്ളത് ഒരു അമ്പലത്തിൽ വെച്ച് നമുക്ക് കല്യാണം നടത്താം എന്നുള്ളൊരു. അപ്പോൾ അവരും കൂടിയല്ലേ, അല്ല അവരും സമ്മതിച്ചല്ലേ. അപ്പോൾ ഏതായാലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടാന്നുള്ളതിൽ രണ്ടു കൂട്ടരും തീരുമാനം കൊടുത്ത് അങ്ങനെ നമ്മുടെ ദിവസം ഒരു കല്യാണം. ഞങ്ങൾ ഇവിടെ വന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡേറ്റ് എടുത്ത് March 11. ഏത് വർഷം 2012 അല്ലേ? അതല്ലേ 2012. അതൊക്കെ ഓർമ്മ വേണ്ട. അതെ. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് നമ്മുടെ കുടിയാക്കുളങ്ങര അമ്പലത്തിൽ വെച്ചായിരുന്നു താലി കെട്ടി. എല്ലാം അവിടെ നിന്ന് കുറച്ച് പേര് സ്വന്തക്കാരൊക്കെ ഇട്ട് അല്ലേ, 25 പേരുണ്ടായി. നമ്മുടെ ആൾക്കാരും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പേരും ഇവിടെ അച്ഛൻ്റെ പെങ്ങളും. അപ്പം അതിൻ്റെ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് തലേൻ്റെ തലേദിവസം എനിക്ക് കുറച്ച് സ്വർണം കൊണ്ടേ തന്ന്. അന്ന് 10 പവന് അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ച് സ്വർണം മേടിച്ചത്. സീതനൊന്നും നമ്മ ചോദിച്ചില്ല, നമ്മ സീതനോലല്ലേ ചോദിച്ചത്. പിന്നെ അവർക്ക് ഇഷ്ടത്തിന് അവർ എന്തോ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ സ്വർണ്ണം കൊണ്ടുവന്നു. പിന്നെ അതിട്ട് പിറ്റേ ദിവസം ചിറ്റയും ചിറ്റപ്പനാണ് വന്നത്. അത് സ്വർണ്ണം തലേ ദിവസം കൊണ്ടുവന്നിട്ട് ഇടാനുള്ള ആഭരണമൊക്കെ എന്തോ കൊടുത്തു തന്നു. അങ്ങനെ പിറ്റേ ദിവസം March 11 അമ്പലത്തിൽ വെച്ച് താലികെട്ട്. 11 സോറി 11 കുഞ്ഞൻ്റെ ബർത്ത്ഡേ, മുത്തച്ഛൻ്റെ ബർത്ത്ഡേ. അവൻ അന്നാണ് ജനിച്ചത് March 11. March 13 സോറി, ടെൻഷനിലെല്ലാം മറന്നു. അങ്ങനെ 13 കല്യാണം കഴിച്ച് താലി കെട്ടുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തക്കാരൊക്കെ, അതായത് നമ്മുടെയൊക്കെ മുഖം കാണണം. എൻ്റെ പൊന്ന്, ഞാൻ അതിൻ്റെ അത് കാട്ടണമായിരുന്നു. ആൽബം, കല്യാണ ആൽബം, അത് വേറൊരു ദിവസം ഒരു വീഡിയോ ഇട്ട് ഇടാട്ടാ. അപ്പം അങ്ങനെ ഞങ്ങളുടെ അത്ര അമ്മയും കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് എല്ലാം ശുഭമായി. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് വിരുന്നിന് അങ്ങോട്ട് പോയി. 4 ദിവസം അവിടെ നിന്ന് ഈ ചെക്കൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഒരു മുഖമൊക്കെ അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ ചിരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നു. അമ്മയുടെയും അവളുടെയൊക്കെ മുഖമൊക്കെ ഭയങ്കര ഇതായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല, നമ്മളോട് കാട്ടുന്ന ഒരു ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെയായിരുന്നു സ്വന്തക്കാരൊക്കെ. അമ്മയുടെ സ്വന്തക്കാരും ഒരു മിക്കവരും ഒരു 60% ആൾക്കാർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ നാണം കെട്ട രീതിയിൽ മുണ്ടിയൊക്കെ ചെല്ലും. എനിക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ, ഞാൻ മിണ്ടും, എല്ലാവരുടെ അടുത്തും മിണ്ടും. എന്നാലും അവർ അങ്ങനെ ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഒരു അമ്മ മിണ്ടൂല ഇപ്പോഴും. ബാക്കി എല്ലാവരും മിണ്ടോട്ടെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ചെക്കന് ഭയങ്കര കാര്യമൊക്കെയാണ് എല്ലാവർക്കും. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ഇഷ്ടമുണ്ടാവും. എല്ലോട്ട് മോനൊക്കെ ഭയങ്കര കാര്യമാണ് അമ്മമാർക്കൊക്കെ. ഇപ്പം അപ്പൂപ്പനും അമ്മ എല്ലാവർക്കും അമ്മക്കൊക്കെ ഭയങ്കര കാര്യമാണ്.
അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് വീട്ടാലും സന്തോഷമായി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിന്നെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായില്ല. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലേ നമ്മ വിചാരിച്ച് ഈ എപ്പിസോഡിൽ തീരൂല. തുടക്കം അങ്ങനെ പറഞ്ഞു ഈ എപ്പിസോഡിലും തീരൂല എന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ഈ എപ്പിസോഡിൽ തീർന്നട്ടാ പെട്ടെന്ന് ഞങ്ങൾ ഓടിച്ച് തീർത്താണ്. പറയാനുണ്ടെങ്കിൽ ഉണ്ട്, അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ ഇപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അധികം ഒന്നും പറയാനൊന്നുമില്ല. പ്രേമകഥ ഇത്തിരി ടൈം ഇത്തിരി കൂടുതലാണെന്നുള്ളേ, ഇച്ചിരി കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രേമകഥ അങ്ങനെ അവസാനിച്ച് ഞാൻ ഇപ്പം ഇന്നും അവസാനിക്കില്ലാന്ന്. അപ്പോൾ ദേശം ഉണ്ട് എണീറ്റിട്ടുണ്ട് ആളപ്പോൾ ഞാൻ വിചാരിച്ച് എടയോന്ന് വിചാരിച്ച് അത് താഴേക്ക് കിടത്തി കഴിഞ്ഞാൽ എണീറ്റ് പോരും. അതാണ് എല്ലാ വീഡിയോസിലും ഇവനുണ്ടാവും ഉറക്കം. ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾ ചെയ്യണത്. അമ്മ എടുത്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റ് എടുക്കുള്ളൂ, എന്നിട്ട് അപ്പം തന്നെ കൊണ്ടുവന്നുകൊണ്ട് തരും. ഇവിടെ കിടന്നുകൊണ്ട് മറ്റെന്തെന്ന ചവിട്ടുകാടാൻ കളിക്കണ പോലെ വാതലിൻ്റെ അങ്ങാടും കിടന്ന് വാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നമ്മുടെ പ്രേമകഥ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് വേറെ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ പ്രേമകഥ കണ്ട് സഹിച്ചതിന് അല്ലേ, പ്രേമകഥ കേട്ട് സഹിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചുണ്ടു ടാറ്റ കൊടുത്തേ. ബൈ, see you.